ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗത്തിലെ 11-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പഠിച്ചത്. അതായത് അർജുനൻ്റെ വിഷാദം, യുദ്ധം ചെയ്യാൻ വയ്യ അല്ലേ. കൗരവ ഭാഗത്തേക്ക് നോക്കുമ്പോഴേക്കും യുദ്ധം ചെയ്യാനായിട്ട് വന്നു നിൽക്കുന്നവർ തൻ്റെ ഗുരുക്കന്മാരും സഹോദരങ്ങളും ബുധുമുത്തച്ഛന്മാരും പിതാമഹന്മാരും തൻ്റെ സുഹൃത്തുക്കളുമൊക്കെയാണ്. തൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴും തൻ്റെ ബന്ധുജനങ്ങളെല്ലാവരും യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് വന്നു നിൽക്കുന്നു. യുദ്ധം സർവനാശത്തിനാണ് വഴിയൊരുക്കുന്നത്. യുദ്ധമുണ്ടായാൽ 2 ഭാഗത്തും നാശമുണ്ടാകും. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഗുരുക്കന്മാരോടും ബന്ധുജനങ്ങളോടും യുദ്ധം ചെയ്യുന്നത്? അങ്ങനെ എല്ലാവരെയും വധിച്ചതിന് ശേഷം, എല്ലാവർക്കും നാശമുണ്ടായതിന് ശേഷം കിട്ടുന്ന ആ രാജ്യത്തിന് എന്താണ് അർത്ഥമുള്ളത്? അതിനേക്കാൾ നല്ലത് കാട്ടിൽ പോയി തപസ്സനുഷ്ഠിക്കുന്നതല്ലേ. എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ തളർന്നിരുന്ന് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ആ അർജുനനോട് പാർത്ഥസാരഥിയായ ഭഗവാൻ ആദ്യമായി പറഞ്ഞു കൊടുത്ത ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് 11-ാമത്തെ ശ്ലോകം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ശ്ലോകങ്ങളാണ്. അതായത് 12ഉം 13ഉം. ഭഗവാനാണ് ഇത് അർജുനനോട് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇത് ആരോട് പറയുന്നതാണ്? അത് എപ്പോഴും ഓർത്തിരിക്കുക. സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലൊക്കെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇത് പുറം ലോകത്തേക്ക് എത്തുന്നത്. 12-ാമത്തെ ശ്ലോകം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ഓരോ വാക്കുകളുടേതായിട്ട് അർത്ഥം നോക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം. ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇനി അടുത്തത് ത്വേവാഹം. അതിൽ ത്വേവാഹം എന്ന വാക്കിലെ തു എന്ന് പറയുന്നത് തീർച്ചയായും. ത്വേവാഹം അതിൽ ഏവ അതുകൂടാതെ, അഹം ഞാൻ. ഇനി ജാതു ഒരിക്കലും. നാസം എന്ന് പറയുന്ന വാക്കിലെ ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ല. അസം ആയിരുന്നു. ന ഇല്ല. ത്വം അങ്ങ്. ഇനി നേമേ എന്ന വാക്കിൽ ന ഇല്ല. ഇമേ ഈ. ജനാധിപ ഭൂമി പാലകർ. ന ചൈവ എന്ന വാക്കിൽ ന ഇല്ല. ച കൂടെ, ഏവ അതുകൂടാതെ, ന ഇല്ല. ഭവിഷ്യാമഹ ഭാവിയിലും, സർവേ എല്ലാവരും, വയം നമ്മൾ, അത ഇനിമേലും, പരം പിന്നീടും. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. പെട്ടെന്നൊന്നും മനസ്സിലാവുകയില്ല അർത്ഥം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. അർത്ഥം ഞാൻ പറയാം. അതായത് വാക്യാർത്ഥം. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, എന്നും ഉണ്ടായിരുന്നു. നീയും ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, എന്നും ഉണ്ടായിരുന്നു. ഇനിമേലും നാം എല്ലാവരും ഇല്ലാതിരിക്കില്ല, ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി അത് കേട്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഇല്ലാതിരുന്നിട്ടില്ല എന്ന വാക്ക് എന്ന പദം ഒരുപാട് തവണ ആവർത്തിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തീർച്ചയായും ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇല്ലാതിരിക്കുകയും ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തീർച്ചയായും ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ കൃഷ്ണനും അർജുനനും രാജാക്കന്മാർക്കും ഒന്നും ഒരിക്കലും നാശമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ ഉറപ്പായിട്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, പക്ഷെ നാശമില്ല എന്ന് ഭഗവാൻ പറയുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൽ ഇവരൊക്കെ മരിച്ചു പോവില്ലേ? മരിച്ചു പോയി കഴിഞ്ഞാൽ നാശമല്ലേ അവിടെ ഫലം എന്ന് സാധാരണക്കാരായ മനുഷ്യർക്ക് വീണ്ടും സംശയം തോന്നും. അപ്പോൾ ഭഗവാൻ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് മനുഷ്യനെന്ന് പറയുന്നതിന് 2 തരത്തിലുള്ള
ഭാവങ്ങളുണ്ട്. അതായത് 1 അവൻ്റെ ആത്മാവും, 2 അവൻ്റെ ആ ശരീരവും. അപ്പോൾ ഇവിടെ ശരീരത്തിന് മാത്രമാണ് എന്തുണ്ടാകുന്നത്? നാശമുണ്ടാകുന്നത്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അർജുന, എൻ്റെയും നിൻ്റെയും ഈ രാജാക്കന്മാരുടെയും സ്വരൂപം ബോധം അഥവാ ആത്മാവാണ്. അതൊരിക്കലും നശിക്കാത്ത സനാതനമായ വസ്തുവാണ്. ഇതറിഞ്ഞാൽ നീ ആരെക്കുറിച്ചും ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഇല്ലേ? ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പൂപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മുമ്മയുണ്ടായിരുന്നു. അമ്മുമ്മയുടെ ശരീരം വിട്ട് പോയിട്ടുണ്ടാകാം, ഇല്ലേ? മരിച്ചു പോയവരുടെ കാര്യമാണ് പറയുന്നത്. അവരവരുടെ ഈ ദേഹം വിട്ട് പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് എനിക്ക് അമ്മുമ്മ ഇല്ലാതിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അമ്മുമ്മ ഉണ്ടായിരുന്നു, നമുക്കിപ്പോഴും അമ്മുമ്മയുണ്ട്. പക്ഷെ അമ്മുമ്മയുടെ ശരീരമാണ് എന്ത് ചെയ്തത്? നമ്മളിൽ നിന്നും അകന്നു പോയത്. നമ്മുടെ മനസ്സിൽ എന്നും എന്തുണ്ട്? അമ്മുമ്മ എന്ന് പറയുന്ന ആ ആളുണ്ട്, അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആ ആളുണ്ട്, അല്ലേ? അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽപ്പുണ്ട്, ഇല്ലേ? ഇതെല്ലാം ഉണ്ട്, നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയുണ്ട്. ശരീരം മാത്രമാണ് പോയത്. അതേപോലെ ആണ് എല്ലാവരും, നമ്മൾ ഓരോരുത്തരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അതിന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? ആ ശരീരം വിട്ട് നമ്മൾ ഓരോരുത്തരും പോകും. ഇവിടെ ആത്മാവെന്ന് പറയുന്നതിന് ഒരിക്കലും മരണമില്ല. മരണമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ആത്മാവിന് എന്തുമില്ല? ജനനവുമില്ല. അത് പ്രത്യേകമായി ഓർക്കുക. അത് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആരെ പറ്റിയും ദുഃഖിക്കുകയില്ല. പക്ഷേ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് വീണ്ടും സംശയം തോന്നും. നമ്മൾ ഓരോരുത്തരും ആ ആത്മാവിനെയാണോ സാധാരണ മനുഷ്യർ സ്നേഹിക്കുന്നത്? നമുക്കറിയാം ആത്മാവുണ്ട് എന്നൊക്കെ അറിയാം, ജനനവും മരണവും ഉണ്ടെന്നറിയാം, ഒക്കെ ഉണ്ടെന്നറിയാം, ഇല്ലേ? ആത്മാവിന് മരണവുമില്ല, ജനനവുമില്ല, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നത് ആ ശരീരത്തിനെയാണ്. നമ്മുടെ മനസ്സിൽ നമ്മുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മുമ്മ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെന്നൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ആ ഒരു ശരീരമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ നമുക്ക് അവരൊക്കെ വിട്ടു പോകുമ്പോൾ, അവരുടെ ആ ശരീരം നമ്മളെ വിട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാകും? സാധാരണ മനുഷ്യർക്ക് വേദനയുണ്ടാകും, ദുഃഖമുണ്ടാകും, ഇല്ലേ? ഈ ജഡശരീരങ്ങൾ ഉണ്ടായി മറയുന്നു, ഇല്ലേ? അത് ഉണ്ടാകുന്നു, അത് മറഞ്ഞു പോകുന്നു. അത് ഒരു ദുഃഖത്തിന് കാരണമല്ലേ? ഈ സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഈ ശരീരം ഉണ്ടായി അത് മറഞ്ഞു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാകും. ഭഗവാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ടാകും. അപ്പോൾ ആ ദുഃഖത്തിന് എന്ത് സമാധാനമാണ് നമുക്ക് വേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ആ ദുഃഖത്തിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് വീണ്ടും നമുക്ക് സംശയം തോന്നും. ആ സംശയത്തിന് ഉത്തരമാണ് ഭഗവാൻ ഇവിടെ വീണ്ടും പറഞ്ഞു തരുന്നത്. നമുക്ക് 13-ാമത്തെ ശ്ലോകം നോക്കാം. 13-ാമത്തെ ശ്ലോകം: ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് നോക്കാം. ദേഹിനോ ശരീരത്തിന്, അസ്മിൻ ഇതിന്, യഥാ എത്രത്തോളം, ദേഹേ ശരീരത്തിൽ, കൗമാരം ബാല്യം അല്ലെങ്കിൽ കുട്ടിക്കാലം, യൗവനം യുവത്വം, ജര വാർദ്ധക്യം, തഥാ അപ്രകാരം, ദേഹാന്തരപ്രാപ്തി മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നതുവരെ, ധീര ധീരൻ, തത്ര തന്മൂലം, ന ഇല്ല, മുഹ്യതി ദുഃഖിക്കുന്നില്ല. ഇനി ബാക്കിയർത്ഥം നോക്കാം. ഈ ദേഹത്തിൽ കൗമാരവും യൗവനവും വാർദ്ധക്യവും എങ്ങനെ സംഭവിക്കുന്നുവോ അപ്രകാരം ദേഹാന്തരപ്രാപ്തി ഉണ്ടാകുന്നു. ധീരൻ അതിൽ മോഹിക്കുന്നില്ല. ഇതാണ് ഭഗവാൻ വീണ്ടും അർജുനനോട് പറയുന്നത്. അതായത് ജീവന് ഈ സ്ഥൂല ശരീരത്തിൽ കൗമാരം, യുവത്വം, വാർദ്ധക്യം എന്നിവ എങ്ങനെ സംഭവിക്കുന്നുവോ അതുപോലെ തന്നെ ഈ ദേഹം വിട്ട് അന്യദേഹം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഈ വിഷയത്തിൽ, അതായത് ഈ കാര്യം കൃത്യമായി അറിഞ്ഞ്, അതായത് ആ സത്യം അറിഞ്ഞ ബുദ്ധിമാൻ ഒരിക്കലും മോഹിച്ച് തളർന്നു പോവുകയില്ല. വീണ്ടും ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജനിക്കുമ്പം കൊച്ചു കുഞ്ഞായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ കുഞ്ഞ് വളരെ ഓമനത്തമുള്ള നിഷ്കളങ്കതയുള്ള ഒരു കുഞ്ഞാണ്,
എന്ന് കരുതി ഈ കുഞ്ഞിനെ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, നമുക്ക് സന്തോഷമാണ്, ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് എന്ന് കരുതി ആ കുഞ്ഞ് വളരാതിരിക്കുമോ? ഇല്ല, ആ കുട്ടി വളരും. വളർന്ന് വരുമ്പോൾ നമുക്ക് ആ കൊച്ചു കുഞ്ഞിനോടുണ്ടായിരുന്ന ആ ഓമനത്വം മാറി മാറി വരും, ഇല്ലേ? ആദ്യം നമ്മൾ ആ കൊച്ചു കുഞ്ഞ് എന്തൊക്കെ ചെയ്താലും നമ്മൾ വഴക്ക് പറയില്ല, നമുക്ക് സന്തോഷമാണ്. എന്ത് കുസൃതി കാണിച്ചാലും നമ്മൾ കൊച്ചു കുഞ്ഞാണ് എന്നുള്ള പരിഗണനയിൽ നമ്മൾ ആ കുസൃതികളെ ആസ്വദിക്കും. വലുതായി കഴിഞ്ഞ് അതേ കുസൃതി കാണിച്ചാലോ നമ്മൾ ശിക്ഷിക്കും. അപ്പോൾ നമുക്ക് കൊച്ചു കുഞ്ഞായിരിക്കുന്നത് സന്തോഷമാണെന്ന് കരുതി ഈ കുട്ടി വളരാതിരിക്കുമോ? ഇല്ല, അത് വളരും. ബാല്യവും കൗമാരവും ഒക്കെ വിട്ട് അത് വാർദ്ധക്യത്തിലേക്ക് പോകും. അതിനുശേഷം അതിന് മരണമുണ്ടാകും. ഇത് പ്രപഞ്ച സത്യമാണ്. എനിക്ക് കുട്ടിയായിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് കരുതി നമുക്ക് എന്നും കുട്ടിയായിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും മരണം എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ഒരിക്കൽ ഈ ശരീരം വിട്ട് നമ്മളെല്ലാവരും പോകണം എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് എന്തുണ്ടാകില്ല? അമിതമായ ദുഃഖം ഉണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ എന്തു ചെയ്യുന്നത്? പറയുന്നത്. ഇവിടെ ജീവനെ ബന്ധിപ്പിക്കുന്ന ജഡം മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ശരീരം. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ദിവസം നമ്മൾ മരിക്കുമെന്ന്. ഏതൊരാൾ ജനിച്ചാലും അവൻ നടന്നെടുക്കുന്നത് എന്തിലേക്കാണ്? മരണത്തിലേക്കാണ്. ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ ദശകൾ മാറി മാറി വരുമ്പോഴും ജനനം മുതൽ ആ ദേഹത്തെ അനുഭവിക്കുന്ന ബോധത്തിന് മാറ്റം വരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതാരും എന്തു ചെയ്യുന്നില്ല? കണക്കാക്കുന്നില്ല. ജനിച്ച ഞാൻ തന്നെയാണ് മരിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ദേഹത്തിൻ്റെ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നും എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ എന്തു ചെയ്യുന്നു? ദുഃഖിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്? ഈ കുട്ടി ഒരു നാൾ മരണപ്പെടും. നമ്മുടെ മുമ്പിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു ദിവസം എന്തു ചെയ്യും? മരണപ്പെടും. അവൻ്റെ ശരീരത്തിന് ഈ അവസ്ഥകളെല്ലാം മാറി മാറി ഉണ്ടാകും. എന്നിട്ടും നമ്മൾ എന്തു ചെയ്യുന്നു? ആ ശരീരം വിട്ടു പോകുമ്പോൾ ദുഃഖിക്കുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്നിട്ട് പോലും നമ്മൾ ദുഃഖിക്കുന്നത് എന്തിനാണ്? അത് കൃത്യമായി അറിഞ്ഞാൽ അനാവശ്യമായ ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടാവുകയില്ല എന്നാണ് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നത്. എന്നിട്ടും അർജുനന് സംശയങ്ങൾ തീരുന്നില്ല. അത് വീണ്ടും ഭഗവാൻ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. 14-ാമത്തെയും 15-ാമത്തെയും ശ്ലോകങ്ങളിലൊക്കെ അത് നമുക്ക് അടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ച ദിവസം പഠിക്കാം. അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ അറിയുക. ഭഗവാൻ ഇവിടെ പറയുന്നത് ജീവനെ ബന്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് നമ്മുടെ ഈ ശരീരം. ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ മരണത്തിലേക്കാണ് പോകുന്നത്. അവരുടെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ എല്ലാ അവസ്ഥകളിലൂടെയും എല്ലാവരുടെയും ശരീരം കടന്നുപോകും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം വിട്ട് ജീവൻ പുറത്തേക്ക് പോകും. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ആത്മാവിന് മരണവുമില്ല. അതുകൊണ്ട് തന്നെ ആത്മാവിന് എന്തുമില്ല? ജനനവുമില്ല. അതൊരു പ്രപഞ്ച സത്യമാണ്. ഞാനും നീയും ഈ രാജാക്കന്മാരും എല്ലാവരും എന്തു ചെയ്യുന്നില്ല? ഇല്ലാതാകുന്നില്ല. എപ്പോഴും അവർ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ ശരീരം മാത്രമേ എന്തു ചെയ്യുന്നുള്ളൂ? പോകുന്നുള്ളൂ. നമ്മൾ ഈ ശരീരത്തിൽ നിന്നും പുറത്തു പോയെന്ന് കരുതി നമ്മൾ ഒരിക്കലും ഇല്ലാതിരിക്കുന്നില്ല. അതായത് നമ്മളുണ്ട്. ഭഗവാൻ പോലും തൻ്റെ ആ ശരീരം വിട്ട് മഹാവിഷ്ണുവിലേക്ക്, ആ പരമപദത്തിലേക്ക് പോയി. പക്ഷേ എന്ന് കരുതി സ്വർഗാരോഹണം പോകി എന്ന് കരുതി ഭഗവാൻ ഇല്ലാതിരിക്കുന്നുണ്ടോ? ഇല്ല, ഭഗവാനുണ്ട്. അതുപോലെയാണ് എല്ലാ മനുഷ്യരും. നമ്മളുടെ ഈ ശരീരം വിട്ട് ആ ജീവൻ മറ്റൊരു ജീവനിലേക്ക്, മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അവരാരും ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നില്ല. ആ സത്യം, അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം വിട്ട് എല്ലാവരും പോകണം എന്നുള്ള അതൊരു പ്രപഞ്ച സത്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിമാന്മാർ ആരും എന്ത് ചെയ്യുന്നില്ല? ദുഃഖിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിൻ്റെ സന്തോഷങ്ങളെല്ലാം നമ്മൾ കണ്ട്
നമ്മൾ ആസ്വദിച്ച് മുമ്പോട്ട് പോകുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൈവമേ ഈ കുഞ്ഞ് മരിക്കുമല്ലോ മരിക്കുമല്ലോ മരിക്കുമല്ലോ, മരിക്കുമെന്നുള്ളത് സത്യമാണ്, ഇന്നല്ലെങ്കിൽ നാളെ, ഇല്ലേ? അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ മരിക്കുമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. മരണവും ജനനവും ഒക്കെ പ്രപഞ്ച സത്യങ്ങളാണ്. ഈ ശരീരം വിട്ട് നമ്മുടെ പ്രിയജനങ്ങൾ അവരുടെ ജീവൻ മറ്റൊരു ജീവനിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ദുഃഖമുണ്ടാകും. പക്ഷേ എന്ന് കരുതി നമ്മൾ അതുമാത്രം ഓർത്തിരുന്നാൽ എന്ത് ചെയ്യില്ല? നമ്മുടെ കർമ്മങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ബലിയൊക്കെ ഇട്ട് ഭഗവാനിലേക്ക് അവർ ഈ മോക്ഷം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ബലിയൊക്കെ ഇട്ട് ആ പൂജകളെല്ലാം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അവർക്ക് പരമമായ ഒരു പദം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ വിശ്വാസപൂർവ്വം ചെയ്യുക. മരണമെന്നത് ഒരു സത്യമാണെന്ന് മനസ്സിലാക്കി അതിൽ അമിതമായി ദുഃഖിക്കാതെ, ദുഃഖം മനുഷ്യനുണ്ടാകും എന്ന് കരുതി അതുമാത്രം ചിന്തിച്ചിട്ട്, ഇപ്പോൾ അർജുനൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവരൊക്കെ മരിച്ചു പോകും, ഞാൻ ഇവരെയൊക്കെ കൊല്ലേണ്ടി വരും, ഇവരൊക്കെ എനിക്കില്ലാതാകും, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ അവിടെ ധർമ്മം സ്ഥാപിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. മരണമെന്നത് സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരണപ്പെടും. അത് ഭഗവാന്റെ നിശ്ചയമാണ് എന്നത് മനസ്സിലാക്കി അർജുനൻ മുമ്പോട്ട് പോകാനാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അർജുനന് പക്ഷേ സംശയം തീർന്നിട്ടില്ല. അതിനി അടുത്ത ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ 1-2 ശ്ലോകങ്ങൾ മാത്രം പഠിക്കുന്നതിന് കാരണം ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. നമ്മൾ ഒറ്റ വാചകത്തിൽ, ഇപ്പം ഞാൻ തന്നെ മുമ്പേ ഇല്ലാതിരുന്നിട്ടില്ല എന്ന് 2-3 തവണ പറയുമ്പം നിങ്ങൾക്കത് കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ് നമ്മൾ വിശദമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത്. അതെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. എഴുതി വെച്ച് തന്നെ പഠിക്കണം. അങ്ങനെ എല്ലാവരും ഭഗവത്ഗീതയുടെ ക്ലാസ്സിൽ കയറി പഠിക്കണം. കുട്ടികളെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പം ഏകാദശി വരുന്നു. ഏകാദശിക്ക് വേണ്ടി തയ്യാറെടുക്കുക. വളരെ വിശേഷപ്പെട്ട മഹാശിവരാത്രിയാണ് വരാൻ പോകുന്നത്. ഇനിയുള്ള ആഴ്ച എല്ലാം വളരെ വിശേഷപ്പെട്ടതാണ്. എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടാം, കഥകളൊക്കെ പറയാം, മാർക്കണ്ഡേയ പുരാണമൊക്കെ നമുക്ക് പഠിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് പഠിക്കുക. ഉമാമഹേശ്വര സ്തോത്രം നിർബന്ധമായും എല്ലാവരും ജപിക്കണം. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കേൾക്കണം. കേട്ട് അതുപോലെ തന്നെ ജപിക്കണം. അതുപോലെ ഇന്ന് ശബരി ജയന്തി. ആ വീഡിയോ കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കേട്ടിട്ട് അതേപോലെ പ്രാർത്ഥിക്കുക. നാളെ എന്താണ് ജാനകി ജയന്തിയാണ്. വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അതേപോലെ തന്നെ ഒരു പ്രത്യേക സമയം പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്. ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുക. ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ് ശ്രീരാമചന്ദ്ര പ്രഭു. അതൊക്കെ നമ്മൾ ഓർക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓർക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത്, ഇത്രയും നല്ലൊരു ഭരണാധികാരി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമുക്ക്. നമ്മുടെ ഭരണാധികാരികൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു ഭരണാധികാരി നമുക്ക് മുമ്പുണ്ടായിരുന്നുവെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം. എന്നിട്ട് നമ്മൾ അതും ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ രീതികളും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരായിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഓരോ നിമിഷവും അഭിമാനിക്കണം. കാരണം നമ്മൾ പഠിച്ചു വരുമ്പോൾ എത്രയോ വലിയ ഉത്കൃഷ്ടമായ ഒരു പാരമ്പര്യമാണ്, ഒരു സനാതന ധർമ്മമാണ് നമുക്കുണ്ടായിരുന്നത്. ഈ ഭാരതത്തിൻ്റെ സംസ്കാരം എത്രയോ വലിയ സംസ്കാരമാണ് മറ്റുള്ളവരെക്കാളെന്ന് നമുക്ക് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. കാരണം ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം, തൻ്റെ ദുഃഖങ്ങൾ പോലും മറന്ന് തനിക്ക് വലിയ ദുഃഖങ്ങൾ സ്വയം സമ്മാനിച്ചുകൊണ്ട് പ്രജാക്ഷേമത്തിന് വേണ്ടി ഭരിച്ച ഒരു ഭരണാധികാരിയുടെ വംശത്തിലാണ്, അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളെ പറ്റി നമ്മൾ ഓർക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇവരൊക്കെ പറഞ്ഞു തന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോഴാണ് കലിയുഗത്തിൻ്റെ ആ ഒരു ദോഷത്തെപ്പറ്റി നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതുപോലുള്ള നാമജപങ്ങളും പ്രാർത്ഥനകളും മാത്രമേ നമുക്ക് ഫലം ചെയ്യുകയുള്ളൂ. പരമാവധി സമയം ജപിക്കുക, നമ്മുടെ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, നല്ല കുട്ടികളായി വളർത്താനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്.
അഖണ്ഡനാമജപം, പ്രാർത്ഥന, ഇത് മാത്രമാണ് കലിയുഗത്തിൽ ഒരേ ഒരു ആശ്രയം. ഹരേ കൃഷ്ണ.